ഗുഡ് ഈവനിങ് ഓൾ. യുഫൈ അക്കാദമി കണ്ടക്ട് ചെയ്യുന്ന ഫോറക്സ് ട്രേഡിംഗ് വെബിനാറിലേക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. വൈ യുഫൈ അക്കാദമി വാസ് ക്രിയേറ്റഡ്, അല്ലെങ്കിൽ എന്താണ് യുഫൈ അക്കാദമി? യുഫൈ അക്കാദമിയെ കുറിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ തന്നുകൊണ്ട് തന്നെ നമുക്ക് ഈ വെബിനാർ സ്റ്റാർട്ട് ചെയ്യാം. യുഫൈ അക്കാദമി എന്ന് പറയുന്നത് ഏകദേശം 6 വർഷത്തിന് മുകളിൽ എക്സ്പീരിയൻസ് ഉള്ള ഒരു കൂട്ടം അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ട്രേഡേഴ്സിന്റെ ഒരു കമ്മ്യൂണിറ്റിയാണ് ഈ നിയോഫൈ അക്കാദമി ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു നിയോഫൈ അക്കാദമി ക്രിയേറ്റ് ചെയ്യുന്നതിന്റെ പുറകിൽ വ്യക്തമായ ആ, കാരണങ്ങളുണ്ട്. നമ്മുടെ ഈ ഒരു ട്രേഡിംഗ് ഇൻഡസ്ട്രിയിൽ നടക്കുന്ന അല്ലെങ്കിൽ ട്രേഡിംഗ് ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വരുന്ന ബിഗിനറെ സംബന്ധിച്ച് അവർ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കുറെ പ്രശ്നങ്ങൾക്കുള്ള ഒരു സൊല്യൂഷനുമായിട്ടാണ് നിയോഫൈ അക്കാദമി ഇത് നമ്മുടെ മുന്നിൽ എത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞതുപോലെ റീറ്റെയിൽ ട്രേഡേഴ്സിനിടയിൽ വരുന്ന അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ ഒരു അഭാവം നമ്മുടെ ഈ ട്രേഡിംഗ് ഇൻഡസ്ട്രിയിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പോ അതിനൊക്കെ സൊല്യൂഷൻ എന്ന രീതിയിലാണ് യുപി അക്കാദമി ഇന്ന് നമുക്കൊക്കെ മുമ്പിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ട്രേഡിംഗ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളെ സംബന്ധിച്ച് എത്തിക്കലായി അല്ലെങ്കിൽ ട്രസ്റ്റ് വർത്തിയായി ഒരു ഫൈനാൻഷ്യൽ പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്യാനുള്ള ഉദ്ദേശം കൂടി ഈ ഒരു വലിയൊരു പ്രൊജക്ടിന്റെ പുറകിലുണ്ട്. യുഎഫ്എ അക്കാദമി എന്ന് പറയുന്ന ഈ പ്രൊജക്ടിന് പുറകിലുണ്ട്. സോ ഇനി നമുക്ക് നമ്മുടെ വെബിനാറിന്റെ പ്രധാന ഘട്ടത്തിലേക്ക് കടക്കാം. അതായത് ഇന്ന് ഞാൻ ഇവിടെ നിങ്ങളുമായി ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഫോറക്സ് മാർക്കറ്റിന്റെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. അതിൽ ആദ്യമായി നമുക്കറിയാം, ഇത് പല ആളുകൾക്കും ഫോറക്സ് മാർക്കറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഫോറക്സ് ട്രേഡിംഗ് എന്ന് പറയുന്നത് ഒരു വേറൊരു തരത്തിലാണ്. പല ആളുകളും വേറൊരു തരത്തിൽ എന്ന് പറയുമ്പോൾ ഈസി മണി ആയിട്ടോ ക്വിക്കായിട്ട് പണം ഉണ്ടാക്കാനൊക്കെ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് പല ആളുകളും ഫോറക്സ് ട്രേഡിങ്ങിനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഞാൻ ഈ വെബിനാർ തുടങ്ങുമ്പോൾ തന്നെ എന്നോട് പറയുന്ന ഒരു കാര്യം, അങ്ങനെ ആ ഒരു ചിന്താഗതികൾ ഉണ്ടെങ്കിൽ ഒരിക്കലും ഫോറക്സ് മാർക്കറ്റ് എന്ന് പറയുന്നത് അങ്ങനെ ഈസി ആയി പണം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഇൻഡസ്ട്രി അല്ല. ഫോറക്സ് ഈസ് നോട്ട് വാട്ട് യു തിങ്ക്. നമ്മൾ ചിന്തിക്കുന്നത് പോലെയുള്ള ഒരു ബിഗിനർ ലെവലിൽ ആളുകൾ ചിന്തിക്കുന്നത് പോലെയുള്ള ഒരു ഇൻഡസ്ട്രി അല്ല ഫോറക്സ് മാർക്കറ്റ്. അപ്പോ ഇന്ന് ഈ ഒരു വെബിനാർ അറ്റൻഡ് ചെയ്യുന്ന ആളുകളോട് എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം, എന്തുകൊണ്ടാണ് നിങ്ങൾ പിന്നെ ഫോറക്സ് ട്രേഡിംഗ് ചൂസ് ചെയ്തത് അല്ലെങ്കിൽ ഈ ഫോറക്സ് ട്രേഡിംഗ് പഠിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ഒരു വെബിനാർ അറ്റൻഡ് ചെയ്യുന്നത്? ഭൂരിഭാഗം ആൾക്കാരും ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് വരുന്ന ആളുകളും ഭൂരിഭാഗം ആൾക്കാരും ചിന്തിക്കുന്നത് പെട്ടെന്ന് പണം ഉണ്ടാക്കാം എന്നുള്ള ഒരു തെറ്റിദ്ധാരണയാണ്. അങ്ങനെ ആ ഒരു ഉദ്ദേശത്തിലാണോ നിങ്ങൾ ഈ ഒരു വെബിനാർ അറ്റൻഡ് ചെയ്തത്? പെട്ടെന്ന് പണം ഉണ്ടാക്കാം അല്ലെങ്കിൽ അതിന് ആ, ഒരു സൊല്യൂഷനായി പണം ഉണ്ടാക്കാനുള്ള ഏറ്റവും പെട്ടെന്ന് പണം ഉണ്ടാക്കാനുള്ള ഒരു സൊല്യൂഷനായി ഫോറക്സ് മാർക്കറ്റിനെ കണ്ടുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വെബിനാർ ചെയ്യുന്നത്. ഇനി അതല്ല, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയുടെ കൂടെ അല്ലെങ്കിൽ ബിസിനസിന്റെ കൂടെ ഒരു എക്സ്ട്രാ ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റും, ഓവർ ടൈം നമുക്ക് ഒരു ബീൻ ഇൻകം സോഴ്സ് ആയി മാറ്റിയെടുക്കാൻ പറ്റുന്ന തരത്തിലേക്ക് ട്രേഡിങ്ങിനെ കണ്ടുകൊണ്ട് ഒരു സ്കില്ല് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ നിങ്ങളിന്ന് ഈ ഒരു വെബിനാർ അറ്റൻഡ് ചെയ്യുന്നത്? ഞാൻ ഓൾറെഡി പറഞ്ഞു, ഫോറക്സ് ഈസ് നോട്ട് ഈസി മണി. ഒരിക്കലും ഫോറക്സ് ട്രേഡിംഗ് എന്ന് പറയുന്നത് ഈസി മണി അല്ല. സാധാരണ പറയുന്ന ഒരു കാര്യമുണ്ട് ട്രേഡിങ്ങിനെ പറ്റി പറയുന്നത്, ഫോറക്സ് ട്രേഡിംഗ് ഈസ് സോ സിമ്പിൾ ബട്ട് നോട്ട് ഈസി. സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളേ ഉള്ളൂ, പക്ഷെ ഒരിക്കലും ഈസി അല്ല. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഫോറക്സ് ഇൻഡസ്ട്രിയിൽ 90% ആളുകൾ ഫെയിൽ ആയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ട്രേഡ് എടുക്കുന്ന 100 ആൾക്കാരെ വെച്ച് നോക്കിയാൽ അതിൽ 90 ആൾക്കാർ, ഇനി 1000 ആൾക്കാർ വെച്ച് നോക്കിയാൽ 900 ആൾക്കാർ ഫെയിൽ ആവുകയാണ് ചെയ്യുന്നത്. അതിൽ 100 ആൾക്കാർ മാത്രമേ പ്രോഫിറ്റ് ഉണ്ടാകാൻ. 90:10 ആണ് ഇതിന്റെ റേഷ്യോ വരുന്നത്. 90 ആൾക്കാർ ഫെയിൽ ആവുന്ന ഒരു ഇൻഡസ്ട്രി കൂടിയാണ് ഫോറക്സ് മാർക്കറ്റ്. ഞാൻ എന്റെ റിയാലിറ്റി പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ ഒരു വെബിനാറിൽ നിങ്ങളിലേക്ക് എത്തിക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ അതിനൊക്കെ മുന്നേ ആയി എന്തുകൊണ്ടാണ് ആളുകൾ ഫെയിൽ ആകുന്ന കാര്യം നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിന് മുന്നേ എന്താണ് ഫോറക്സ് എന്നുള്ളത് നമുക്ക് നോക്കാം. വാട്ട് ഈസ് ഫോറക്സ്? ഫോറക്സ് എന്ന് പറയുന്നത് ഫോറിൻ എക്സ്ചേഞ്ച് എന്ന് പറയുന്ന രണ്ട് വേർഡ്സ് ക്രിയേറ്റ് ആയ ഒരു വേർഡാണ് ഫോറക്സ്. ഫോറിൻ എക്സ്ചേഞ്ച്. ഫോറിൻ എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് ഗ്ലോബൽ കറൻസി മാർക്കറ്റാണ്. ഓരോ രാജ്യങ്ങൾക്കും അവരവരുടേതായ കറൻസികൾ കിട്ടുന്നത് നമുക്കറിയാം. അത്തരത്തിൽ കറൻസികൾ ട്രേഡ് ചെയ്യപ്പെടുന്ന ഒരു മാർക്കറ്റാണ് ഫോറക്സ്. അതുപോലെ തന്നെ ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ലിക്വിഡിറ്റി ഉള്ള അല്ലെങ്കിൽ വോളിയം ജനറേറ്റ് ആവുന്ന, സിമ്പിളായി പറഞ്ഞ ഏറ്റവും കൂടുതൽ ആളുകൾ ട്രേഡ് എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ് ഫോറക്സ് ട്രേഡിംഗ് ഇൻഡസ്ട്രി.
ഇനി ഞാൻ പറഞ്ഞ ഓരോ രാജ്യങ്ങൾക്കും ഓരോ കറൻസികൾ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ഈ കറൻസികളാണ് ഫോറക്സ് ട്രേഡിംഗിൽ ആളുകൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നത്. അത് ഏതൊക്കെ കറൻസി പേഴ്സ് ആണെന്ന് വളരെ ബ്രീഫായി ഞാൻ പറയാം. വരുന്ന സെഷൻസിൽ ഇതിനൊക്കെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് സംസാരിക്കാം. ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ ഈ ഒരു സെഷനിലൂടെ. കറൻസി പേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ധാരാളം കറൻസി പേഴ്സ് ഫോറക്സ് മാർക്കറ്റിൽ ഉണ്ട്. നമുക്ക് വാങ്ങാനും വിൽക്കാനും പറ്റുന്ന ധാരാളം കറൻസി പേഴ്സ് ഫോറക്സ് മാർക്കറ്റിലുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ട്രേഡ് ചെയ്യുന്ന ഒരു കറൻസി പെയർ ആണ് യൂറോ USD, അതുപോലെ GBP USD, USD JPY. ഇങ്ങനെയുള്ള ധാരാളം കറൻസികൾ ഇത് ഫോറക്സ് മാർക്കറ്റിലുണ്ട്. നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുന്ന കറൻസി പെയർസ് ഉണ്ട്. ഇനി എങ്ങനെയാണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നത്? ഫോറക്സ് മാർക്കറ്റ് എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫോറക്സ് മാർക്കറ്റിൽ നിന്നല്ല നമ്മൾ കാണുന്ന ഫൈനാൻഷ്യൽ മാർക്കറ്റ്സ് ഒക്കെ മൂവ് ചെയ്യുന്നത് രണ്ട് ഡയറക്ഷനിലാണ് പ്രധാനമായും. ഇതിലൊന്ന് അപ് ട്രെൻഡും മറ്റൊന്ന് ഡൗൺ ട്രെൻഡും. മാർക്കറ്റ് കണ്ടിന്യൂസ് ആയി മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു കണ്ടീഷനെയാണ് അപ് ട്രെൻഡ് എന്ന് പറയാം. അതുപോലെ തന്നെ മാർക്കറ്റ് കണ്ടിന്യൂസ് ആയി താഴോട്ട് വരുന്ന മാർക്കറ്റ് കണ്ടീഷനെയാണ് ഡൗൺ ട്രെൻഡ് എന്ന് പറയുന്നത്. ഈ രണ്ട് തരത്തിലാണ് മാർക്കറ്റ് ഇന്ന് മൂവ് ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ എങ്ങനെയാണ് ആളുകൾ ട്രേഡിങ്ങിലൂടെ ഈ ഒരു മാർക്കറ്റ് കണ്ടീഷനിൽ നിന്ന് പണം ഉണ്ടാക്കുന്നത്? ഹൗ മണി ഈസ് മെയ്ഡ്. അതാണല്ലോ മിക്കവാറും ഭൂരിഭാഗം ആൾക്കാർക്ക് അറിയേണ്ടതായിട്ടുള്ള കാര്യം. ഞാൻ ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് വരുന്നതിന് മുന്നേ എന്റെയും പ്രധാനപ്പെട്ട ഒരു സംശയം ഇതായിരുന്നു. അതായത് എങ്ങനെയാണ് ആളുകൾ ട്രേഡിങ്ങിലൂടെ പണം ഉണ്ടാക്കുന്നത്? സിമ്പിൾ ആയിട്ട് ഇത്രയേ ഉള്ളൂ. കുറഞ്ഞ വിലയിൽ വാങ്ങി കൂടിയ വിലയിൽ വിൽക്കുന്നു. അങ്ങനെയാകുന്ന സമയത്ത് നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഏറ്റവും കൂടിയ വിലയിൽ വിറ്റുകൊണ്ട് ഏറ്റവും കുറഞ്ഞ വിലയിൽ വാങ്ങുമ്പോൾ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാവും. മേ ബി ഇത് ആദ്യമായി കേൾക്കുന്ന ആളുകൾക്ക് ഇതിൽ ചെറിയൊരു കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്, സാധ്യതയുണ്ട്. അത് നമുക്ക് വരുന്ന സെഷനിൽ വളരെ ക്ലിയർ ആയി വളരെ ഡീപ്പായി ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്തുകൊണ്ട് തന്നെ അത് മനസ്സിലാക്കി മുന്നോട്ട് പോവാം. ഇങ്ങനെയാണ് രണ്ട് സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളിലൂടെയാണ് ആളുകൾക്ക് ട്രേഡിംഗ് വരുമാനം ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതില് പ്രധാനമായും ട്രേഡിംഗിലെ പ്രധാനമായിട്ടല്ല ഒറ്റ രീതിയിൽ മാത്രമേ വരുമാനം ഉണ്ടാകുന്നത്. പ്രോഫിറ്റ് ഈക്വൽ ടു പ്രൈസ് മൂവ്മെന്റ് ആണ്. ട്രേഡിംഗിൽ പ്രോഫിറ്റ് ജനറേറ്റ് ആകുന്നത് എപ്പോഴും വിലയുടെ മാറ്റത്തിനനുസരിച്ചിട്ടാണ്. ഞാൻ പറഞ്ഞു രണ്ട് തരത്തിൽ മാർക്കറ്റ് പോകുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ് ട്രെൻഡ് ഡൗൺ ട്രെൻഡ്. ഈ വരുന്ന പ്രൈസ് മൂവ്മെന്റ് ഈ രണ്ട് ട്രെൻഡ്സിലും വരുന്ന അല്ലെങ്കിൽ ഈ രണ്ട് രീതിയിൽ മാർക്കറ്റിൽ പ്രൈസിൽ വ്യത്യാസം ഉണ്ടാകുമ്പോഴാണ് ആളുകൾ പണം ഉണ്ടാക്കുന്നത്. പ്രോഫിറ്റ് ഈക്വൽ ടു പ്രൈസ് മൂവ്മെന്റ്. ഇനി ഇപ്പൊ ചിലപ്പോ കേൾക്കുമ്പോൾ ആദ്യമായി കേൾക്കുന്ന ആളുകൾക്ക് തോന്നുന്നത് ഇതിന് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. അതായത് വാങ്ങുക, ചെറിയ കുറഞ്ഞ വിലയിൽ വാങ്ങുക, കൂടിയ വിലയിൽ എത്തിപ്പോഴും വിൽക്കുക. ഇങ്ങനെ ചെയ്താൽ നമുക്ക് പ്രോഫിറ്റ് ആവുന്നത്. എന്തുകൊണ്ടാണ് 100% ആളുകൾ ലോസ് ആവുന്നത് എന്ന് മേ ബി നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. അതിനുള്ള പ്രധാനപ്പെട്ട കാര്യം നോ നോളജ്. ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് ട്രേഡിംഗ് ഇൻഡസ്ട്രിയിലേക്ക് കടന്നു ഭൂരിഭാഗം ആൾക്കാർക്കും ഇതിനെപ്പറ്റി കൃത്യമായ ഒരു ധാരണയില്ല, കൃത്യമായ ഒരു അറിവില്ല. അതിന്റെ അടിസ്ഥാനത്തിലാണ് ആളുകളുടെ പണം നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നോ ഡിസിപ്ലിൻ. പല ആളുകളും ഈ ഇൻഡസ്ട്രിയിലേക്ക് ട്രേഡിംഗ് ട്രേഡിംഗ് കരിയർ ചൂസ് ചെയ്യുന്ന ആളുകൾ കാണുന്ന ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഡിസിപ്ലിൻ ഇല്ലാതെ ഇതൊരു ഇൻകം സോഴ്സ് ആയി കരിയറായി കാണാതെ ഒരു ഗ്യാപ് മൈൻഡ് സെറ്റോട് കൂടി, അതായത് പെട്ടെന്ന് പണം ഉണ്ടാക്കാൻ എന്തൊക്കെയോ പോലെയൊക്കെ ചിന്തിച്ച് അല്ലെങ്കിൽ ഒരു ഗെയിം കളിക്കുന്ന ആ ഒരു ലാഘവത്തോടു കൂടി ഇൻഡസ്ട്രിയെ കാണണം. അതിന്റെ ഒരു ഡിസിപ്ലിൻ അല്ലാതെ ട്രേഡ്സ് ഒക്കെ എടുക്കുന്നു. അങ്ങനെ ആളുകൾ പണം നഷ്ടപ്പെടുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഓവർ ട്രേഡിങ്, കൂടുതൽ ട്രേഡ് ചെയ്യുന്നു. നമുക്കറിയാം ഈ ഫോറക്സ് മാർക്കറ്റ് എന്ന് പറയുന്നത് 24x5 പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മാർക്കറ്റാണ്. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് എപ്പോഴും ഓപ്പൺ ആണ്. അതുകൊണ്ട് തന്നെ കൂടുതലായി ട്രേഡ് എടുത്തുകൊണ്ട് കൃത്യമായ കണക്കോ ഡിസിപ്ലിനോ ഒന്നുമില്ലാതെ കൂടുതൽ എടുത്തുകൊണ്ട് വലിയ നഷ്ടപ്പെട്ടിരുന്ന ആൾക്കാർ ഇന്ന് നമുക്ക് ചുറ്റുമുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നോ റിസ്ക് മാനേജ്മെന്റ്. കൃത്യമായ റിസ്ക് മാനേജ് ചെയ്യാതെ നഷ്ടം വരുത്തുന്ന ആൾക്കാർ ഇന്ന് ഈ ഇൻഡസ്ട്രിയിലുണ്ട്. ട്രേഡിങ്ങിന്റെ പ്രധാനമാണ് ഫോറക്സ് ട്രേഡിംഗിൽ പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് റിസ്ക് മാനേജ്മെന്റ്. അതെങ്ങനെ ചെയ്യാന്നുള്ള കാര്യങ്ങളൊക്കെ വരുന്ന സെഷനിൽ നമുക്ക് സംസാരിക്കാം. അത്തരം റിസ്ക് മാനേജ്മെന്റ് ഒന്നും ഇല്ലാതെ ട്രേഡ് എടുക്കുന്നത് കൊണ്ടാണ് കൂടുതൽ ആളുകൾക്ക് പണം നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനി അതുപോലെ തന്നെ ഇന്ന് ഈ ഒരു ഇൻഡസ്ട്രിയിലുള്ള പല തെറ്റിദ്ധാരണകളിലും കുറച്ച് തെറ്റിദ്ധാരണകളും അതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. പ്രധാനമായും ഞാൻ നേരത്തെ തുടക്കം മുതലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പോലെ ട്രേഡിംഗ് കരിയറായി ചൂസ് ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ ട്രേഡിംഗിലേക്ക് വരുന്ന ആളുകൾക്ക് മിക്കവാറും ധരിച്ചു വെച്ചിരിക്കുന്ന ഏറ്റവും വലിയൊരു തെറ്റിദ്ധാരണ എന്ന് പറയുന്നത് ട്രേഡിംഗ് ഒരു ഈസി മണി സ്കീമാണ് എന്നുള്ളതാണ്. ഒരിക്കലും അങ്ങനെയല്ല. ട്രേഡിംഗിൽ നമുക്ക് പ്രോഫിറ്റ് ജനറേറ്റ് ആവുന്നത് അല്ലെങ്കിൽ നമുക്ക് പ്രോഫിറ്റബിൾ ആവുന്നത് നമ്മൾ ട്രേഡിംഗ് സ്കിൽ ഡെവലപ്പ് ചെയ്യുമ്പോഴാണ്. ഒരിക്കലും ഈസി മണിയല്ല, മറിച്ച് അതിന്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് സ്കില്ലിനനുസരിച്ചിട്ടാണ് നമുക്കിവിടെ
പണം ഉണ്ടാക്കാൻ പറ്റും, പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഫാസ്റ്റ് പ്രോഫിറ്റ്, പെട്ടെന്ന് പണം ഉണ്ടാക്കാം എന്നുള്ള തെറ്റിദ്ധാരണ ആളുകൾക്കുണ്ട്. പക്ഷെ ഒരിക്കലും ട്രേഡിങ്ങിലൂടെ പെട്ടെന്ന് വലിയൊരു പ്രോഫിറ്റ് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റില്ല. അതൊരു ലോങ് ടേം പ്രോസസ്സാണ്. നമ്മൾ ട്രേഡിങ്ങുമായി സ്റ്റിക്ക് ചെയ്ത് അതിന്റെ കൃത്യമായ നോളജ് ഒക്കെ നമുക്ക് ലഭിച്ച് അതിനനുസരിച്ച് ഡിസിപ്ലിൻഡ് ആയ റിസ്ക് മാനേജ് ചെയ്ത് നമ്മൾ ട്രേഡ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ലോങ് ടേമിലേക്ക് വലിയ രീതിയിൽ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ ട്രേഡിങ്ങിലൂടെ പറ്റും. ഇനി നിയോഫൈയുടെ ഫിലോസഫി എന്ന് പറയുന്നത്, നമ്മൾ ഒരിക്കലും നിയോഫൈയിലൂടെ സിഗ്നൽസ് പ്രൊവൈഡ് ചെയ്യാം. നമുക്കറിയാം ഇന്ന് മാർക്കറ്റിൽ നമുക്ക് സിഗ്നൽസ് ലഭിക്കുന്ന ധാരാളം ഓപ്ഷൻസ് സിഗ്നൽസ് ലഭിക്കാൻ വേണ്ടിയിട്ടുണ്ട്. പക്ഷെ ഒരിക്കലും നിയോഫൈ നമ്മൾ സിഗ്നൽസ് കൊടുത്തുകൊണ്ട് ആളുകൾക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കി കൊടുക്കാനോ ഇങ്ങനെയൊന്നും നമ്മൾ ആഗ്രഹിക്കുന്നില്ല. അതിന് പ്രധാന റീസൺ എന്ന് പറയുന്നത്, ആ നമ്മൾ ഈ സിഗ്നൽസ് കൊടുക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ആളുകൾ ഡിപ്പെൻഡന്റ് ആണ്. അതായത് പിന്നെ ഒരിക്കലും സ്വന്തമായി ചിന്തിക്കുന്നതിനെ പറ്റി ആലോചിക്കാതെ ഒരാളെ വ്യക്തി അല്ലെങ്കിൽ ഒരു അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഒരു ഇപ്പൊ നമുക്ക് കാണാം ടെലിഗ്രാം ഗ്രൂപ്പ്സ് ഒക്കെ ഉണ്ടാവും സിഗ്നൽസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഗ്രൂപ്പിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നതുകൊണ്ട് സ്വന്തമായി ഒന്നും പഠിക്കാതെ ആ ഗ്രൂപ്പിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് സിഗ്നൽസിലൂടെ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്ന ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. പക്ഷെ അതിന്റെ ഒരു ഏറ്റവും വലിയൊരു പോരായ്മ എന്ന് പറയുന്നത്, എപ്പോഴാണോ ഈ പ്രൊവൈഡറെ നമ്മൾ നഷ്ടപ്പെടുന്ന, പ്രൊവൈഡർ ഇല്ലാതാവുന്നത്, ആ സമയം നമ്മൾ വീണ്ടും സീറോ ആവുകയാണ്. നമ്മൾ ഇതിൽ ട്രേഡിങ്ങുമായി ബന്ധപ്പെട്ട് ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്നില്ല. ജസ്റ്റ് ആളുകൾ വരുന്ന സിഗ്നൽസിനനുസരിച്ച് പിന്നെ ട്രേഡ് എടുക്കുന്നു. അതിലൂടെ ചിലപ്പോ മിക്കവാറും ഇന്ന് മാർക്കറ്റിൽ നമുക്ക് സിഗ്നൽസ് പ്രൊവൈഡ് ചെയ്യുന്ന പല ആളുകളും വലിയ ലോസിലൂടെയാണ് കടന്നു പോകുന്നത്. പക്ഷെ ഞാൻ അതിന്റെ ഏറ്റവും ബെസ്റ്റ് വേർഷൻ പറയുകയാണ്. അതായത് നല്ല രീതിയിൽ സിഗ്നൽസ് ആണെന്നുണ്ടെങ്കിൽ പോലും നമ്മൾ അവരെ ഡിപ്പെൻഡ് ചെയ്യാം. എപ്പോഴെങ്കിലും അവർ ആ സർവീസ് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും സീറോ ആയി ഒന്നുകിൽ നമ്മൾ പുതിയ സിഗ്നൽ പ്രൊവൈഡറെ കണ്ടെത്തണം, അല്ലെങ്കിൽ നമ്മൾ ട്രേഡിംഗ് പഠിക്കേണ്ടി വരും. അപ്പോ അതുകൊണ്ട് തന്നെ നിയോഫൈ ഉദ്ദേശിക്കുന്നത് അങ്ങനെ സിഗ്നൽസ് പ്രൊവൈഡ് ചെയ്ത് ആളുകളെ ഡിപ്പെൻഡന്റ് ആക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. എപ്പോഴും നിയോഫൈ കമ്മ്യൂണിറ്റിയിൽ വരുന്ന ആളുകളെ ഇൻഡിപെൻഡന്റ് ആയി ട്രേഡ് എടുക്കാൻ സാധിക്കുന്ന, അല്ലെങ്കിൽ ട്രേഡിങ്ങിനെ പറ്റി നോളജ് ഉള്ള ഒരു കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി, ട്രേഡേഴ്സിന്റെ നല്ലൊരു കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിയോഫൈ ഉദ്ദേശിക്കുന്നത്. ഇൻഡിപെൻഡന്റ് ആയി ട്രേഡ് എടുക്കാൻ പറ്റുന്ന, പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രേഡിംഗ് കമ്മ്യൂണിറ്റി. അതാണ് നിയോഫൈ ഉദ്ദേശിക്കുന്നത്. ഇതിൽ പറയുന്നത് പോലെ തന്നെ സാധാരണ ട്രേഡിങ്ങിനെ പറ്റി പറയുമ്പോൾ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സർവൈവ് ഫസ്റ്റ് പ്രോഫിറ്റ് ലേറ്റർ. ട്രേഡിംഗ് ഇൻഡസ്ട്രിയിൽ നമ്മൾ പ്രധാനമായും ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഇതിൽ സർവൈവ് ചെയ്യാൻ, പിടിച്ചു നിൽക്കാനാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രേഡിംഗ് എന്ന് പറയുന്നത് ഒരിക്കലും നമ്മളെ പോലുള്ള കുറച്ച് റീറ്റെയിൽ ട്രേഡേഴ്സ് മാത്രം പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു മാർക്കറ്റ് അല്ല. ഫോറക്സ് ട്രേഡിംഗിൽ സെൻട്രൽ ബാങ്ക്സും അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന, നമ്മളെക്കാൾ വലിയ ഫണ്ടിൽ അല്ലെങ്കിൽ അത്രയും ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യാൻ സാധ്യതയുള്ള ചാൻസ് ഉള്ള ആളുകൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു മാർക്കറ്റ് കൂടിയാണ് ഫോറക്സ് ട്രേഡിംഗ് മാർക്കറ്റ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഫോറക്സ് ട്രേഡിംഗിൽ ആദ്യം ഇവരുടെ കൂടെ പിടിച്ചു നിൽക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അതായത് നമുക്ക് പിന്നെ സർവൈവ് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ കൃത്യമായ റിസ്ക് മാനേജ്മെന്റും ഡിസിപ്ലിനും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു മാർക്കറ്റിൽ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റും. അങ്ങനെ ആകുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് പ്രോഫിറ്റ് ജനറേറ്റ് ആവും. അതാണ് നമ്മൾ പറയുന്നത് സർവൈവ് ഫസ്റ്റ് പ്രോഫിറ്റിലേക്ക്. പ്രോഫിറ്റ് നമ്മൾ ഫോളോ സർവൈവ് ചെയ്യാൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായി പ്രോഫിറ്റ് നമ്മൾ ഫോളോ ചെയ്യും. ഇനി നമ്മുടെ ഈ ഒരു ഫോറക്സ് ട്രേഡിംഗ് വെബിനാറിൽ ഇനി വരുന്ന സെഷനുകളിൽ എന്തൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഈ കോഴ്സിന്റെ മൊഡ്യൂൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിൽ ആദ്യം ഫൗണ്ടേഷൻ ആണ് വരുന്നത്. ഇതിൽ ഫോറക്സിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ഞാനിപ്പോ പറഞ്ഞതുപോലുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം കറൻസി ബേസ്ഡ് ഡീപ്പ് കറൻസി ബേസ് ആണുള്ളത്. പിന്നെ അതുമായി കറൻസി പേഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പിന്നെ പ്രൈസ് ചാർട്ട്സിനെ പറ്റി ഡിസ്കസ് ചെയ്യും. ലൈവ് ചാർട്ട്സിനെ വെച്ച് നമ്മൾ കാര്യങ്ങൾ പഠിക്കും. അതുപോലെ കാൻഡൽസ്റ്റിക്സ്, ഇൻഡിക്കേറ്റേഴ്സിനെ പറ്റി സംസാരിക്കുന്നുണ്ട്. മാർക്കറ്റ് സ്ട്രക്ചർ എന്താണെന്ന് സംസാരിക്കും. ടെക്നിക്കൽ അനാലിസിസ് എന്താണെന്ന് സംസാരിക്കും. അതുപോലെ തന്നെ ഫണ്ടമെന്റൽ അനാലിസിസ് എന്താണെന്ന് നമ്മൾ സംസാരിക്കും. അതായത് മാർക്കറ്റ് ഒരു മാസം നമ്മൾ ഇതിന്റെ ഫൗണ്ടേഷൻ നമുക്കറിയാം, ഏതൊരു കാര്യത്തിനും ഫൗണ്ടേഷനാണ് ആദ്യം വേണ്ടത്. അപ്പൊ അത്തരത്തിൽ ഫോറക്സ് മാർക്കറ്റിന്റെ ഒരു ഫൗണ്ടേഷൻ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആദ്യത്തെ ഒരു മാസം നമ്മൾ മാറ്റി വെച്ചിട്ടുള്ളത്. സെക്കൻഡ് മന്ത് സ്ട്രാറ്റജി, ഈ ഒരു ഫോറക്സ് ട്രേഡിംഗിൽ എങ്ങനെ നമുക്ക് ട്രേഡ് എടുക്കാം, അല്ലെങ്കിൽ എങ്ങനെ സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു സ്ട്രാറ്റജിയുമായി ബന്ധപ്പെട്ട് സെക്കൻഡ് മന്ത് മുതൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എൻട്രി റൂൾസും ട്രെൻഡ് അനാലിസിസ് ചെയ്യാം, സപ്പോർട്ട് റെസിസ്റ്റൻസ് എന്താണ്, റിസ്ക് എങ്ങനെ മാനേജ് ചെയ്യാം, ട്രേഡ് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാം. പിന്നെ ട്രേഡിംഗിൽ തന്നെ പലതരത്തിലുള്ള ട്രേഡ്സ് എടുക്കാറുണ്ട്. സ്കാൽപ്പിംഗ് ഉണ്ട്, ഇൻട്രാഡേ ട്രേഡിംഗ് ഉണ്ട്, അല്ലെങ്കിൽ പൊസിഷൻ ട്രേഡിംഗ് ഉണ്ട്. ഇതിനെ പറ്റിയൊക്കെ ഡീപ്പായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് സെക്കൻഡ് മന്ത്. അതുപോലെ ഏറ്റവും അവസാനം മാസ്റ്ററി.
നമുക്ക് ഫോറക്സ് മാർക്കറ്റിൽ ഞാൻ നേരത്തെ പറഞ്ഞ 90% ആളുകൾ ഫെയിൽ ആവുകയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫെയിൽ ആവുന്നത് ഇനി പിന്നെ കൃത്യമായി അവർക്കൊരു സ്ട്രാറ്റജി ഇല്ലാത്തതുകൊണ്ടോ അല്ലെങ്കിൽ ഇതിനെപ്പറ്റി അറിയാത്തത് കൊണ്ടും മാത്രമല്ല, മൈൻഡ് സെറ്റ് എന്ന് പറയുന്ന ഒരു ഘടകം ഇതിൽ പ്രധാനമാണ് സക്സസ് ആവുന്നത്. നമ്മുടെ മൈൻഡ് സെറ്റ് ട്രേഡിങ്ങിന് വേണ്ടി നമ്മുടെ മൈൻഡ് സെറ്റ് നമ്മൾ മാറ്റിയെടുക്കേണ്ടതുണ്ട്. അപ്പൊ അത്തരത്തിൽ എങ്ങനെ നമ്മുടെ മൈൻഡ് സെറ്റ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ലെവലിൽ ചിന്തിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ട്രേഡറായി നമുക്ക് എങ്ങനെ മാറാന്നുള്ള കാര്യം കൂടി ഇതിന്റെ അവസാനത്തെ ഭാഗത്തും അവസാനത്തെ മൊഡ്യൂളിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സൈക്കോളജി, ട്രേഡിംഗ് സൈക്കോളജിയെ പറ്റി നമ്മൾ അതിൽ വളരെ ഡീപ്പായിട്ട് സംസാരിക്കുന്നുണ്ട്. ഡിസിപ്ലിൻ എങ്ങനെ ഡെവലപ്പ് ചെയ്യാം, ട്രേഡിംഗ് ചെയ്യണം എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, അതുപോലെ നമ്മുടെ സ്കെയിൽ ചെയ്യാം. നമുക്കറിയാം ട്രേഡിംഗിൽ എപ്പോഴും ആളുകൾ പിന്നെ വലിയ വരുമാനത്തിലേക്ക് എത്തുന്നത് അവർക്ക് സിസ്റ്റം സ്കെയിൽ ചെയ്യുമ്പോഴാണ്. അപ്പൊ അത്തരത്തിൽ എങ്ങനെ നമ്മുടെ സിസ്റ്റം സ്കെയിൽ ചെയ്യാം, പിന്നെ അതുപോലെ തന്നെ മണി എങ്ങനെ മാനേജ് ചെയ്യാം, റിസ്ക് എങ്ങനെ കൺട്രോൾ ചെയ്യാം, അതുപോലെ തന്നെ ഇന്ന് ട്രേഡിങ്ങിലുള്ള കോമൺ ആയിട്ട് ആളുകൾ വരുത്തിക്കൊണ്ടിരിക്കുന്ന അബദ്ധങ്ങൾ എന്തൊക്കെയാണ്, ഫാൾസ് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. കൺസിസ്റ്റന്റ് ആയി എങ്ങനെ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അവസാനത്തെ മൊഡ്യൂളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ഈ ഒരു 3 മൊഡ്യൂളായിട്ടാണ് ഈ ഒരു കോഴ്സ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇതിൽ പ്രധാനമായി ഇനിയിപ്പോ ഈ ഒരു ഫോറക്സ് ട്രേഡിംഗ് വെബിനാറിലൂടെ നിയോഫയുടെ കൂടെ നിന്നുകൊണ്ട് ട്രേഡിംഗ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ പറയാൻ ഈ ഒരു കാര്യമായി സ്റ്റേ കൺസിസ്റ്റന്റ് ആയി നിൽക്കുക. എന്നിട്ട് ഈ ഒരു ജേർണി കംപ്ലീറ്റ് ചെയ്യുക. നമ്മുടെ ഒരു ഫോറക്സ് ട്രേഡിംഗ് കോഴ്സ് 3 months കോഴ്സ് ആണ്. അതൊന്ന് കംപ്ലീറ്റ് ചെയ്യാം. നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ തയ്യാറാവുകയാണെങ്കിൽ ഞാൻ ഷുവർ പറയാം. അതായത് നമുക്ക് ഈ നിയോഫൈ അക്കാദമി കൂടെ ട്രേഡിംഗിനെ പറ്റി ബേസിക് ലെവൽ ടു അഡ്വാൻസ് ബാങ്കിങ് കാര്യങ്ങളൊക്കെ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും. അതിന്റെ കൂടെ ഇന്ന് നമ്മൾ സാധാരണ അറിയാവുന്ന ബിഗിനർ ട്രേഡറിനെ സംബന്ധിച്ച്, ഒരു മാർക്കറ്റിലേക്ക് വരുന്ന ബിഗിനർ ട്രേഡറിനെ സംബന്ധിച്ച് 3 or 5 വർഷം എടുത്തൊക്കെ അവർ പഠിക്കുന്ന ബേസിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ഇൻഡസ്ട്രിയുടെ ഈ ഒരു കമ്മ്യൂണിറ്റി കൂടെ റെസ്പോണ്ട് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ 3 to 1 year കൊണ്ട് നമുക്ക് കാര്യങ്ങളൊക്കെ പഠിച്ച് നല്ലൊരു ട്രേഡറായി മാറാം. ഒരിക്കലും ഞാൻ പ്രോഫിറ്റ് ഇവിടെ ഗ്യാരണ്ടി ചെയ്യുന്നില്ല. ഇത് 3 മാസം ഈ ഒരു കോഴ്സ് അറ്റൻഡ് ചെയ്യുന്നതിനെ കൊണ്ട് മാത്രമേ പ്രോഫിറ്റബിൾ ആവുന്നത്, അത്തരത്തിലുള്ള ഫേക്ക് പ്രോമിസ് ഞാൻ തരുന്നില്ല. പക്ഷെ നിങ്ങൾ കൺസിസ്റ്റന്റ് ആയി നിൽക്കുകയാണെങ്കിൽ, നിയോഫയുടെ കൂടെ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ട്രേഡിങ്ങിലൂടെ എന്തായാലും പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അതിന്റെ ടൈം സ്പൈൻ ഡിസൈഡ് ചെയ്യാം നിങ്ങളാണ്. നിങ്ങൾ എത്രത്തോളം ഇതുമായിട്ട് നിൽക്കുന്നു അതിനനുസരിച്ച് നമുക്ക് ഇതിലൂടെ ട്രേഡിങ്ങിലൂടെ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാം. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത്. വരുന്ന സെഷനിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ പരിചയപ്പെടാം. എല്ലാവർക്കും വിജയാശംസകൾ ചേർന്നുകൊണ്ട് ഇന്നത്തെ ഒരു സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു വെരി മച്ച്.